ഇന്ത്യൻ സിനിമയിലെ പ്രണയചിത്രങ്ങളുടെ ചരിത്രത്തിൽ മാറ്റി നിർത്താനാവാത്ത സ്ഥാനമുള്ള ചലച്ചിത്രമാണ് മണിരത്നം സംവിധാനം ചെയ്ത അലൈപായുധേ. 25 വർഷം മുമ്പ് റിലീസ് ചെയ്ത ഈ ചിത്രം തമിഴ് സിനിമാ ലോകത്തിന് മാധവൻ എന്ന പ്രതിഭയെ സമ്മാനിച്ചതോടൊപ്പം ശാലിനിയുടെ അഭിനയ ജീവിതത്തിലെ മനോഹരമായ ഏടുകളിലൊന്നായി മാറി. AR റഹ്മാന്റെ സംഗീതവും PC ശ്രീറാമിന്റെ ക്യാമറയും ചേർന്നപ്പോൾ ഒരു യുവതലമുറയുടെ പ്രണയവും ദാമ്പത്യ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളും തിരശ്ശീലയിൽ മാന്ത്രികമായി വിരിഞ്ഞു. ചിത്രത്തിന്റെ 25ാം വാർഷിക വേളയിൽ നായകൻ മാധവൻ പങ്കുവച്ച രസകരമായ അനുഭവങ്ങളാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. തമിഴകത്തെ സൂപ്പർ താരം അജിത്തുമായുള്ള വിവാഹം നിശ്ചയിച്ചതിനു ശേഷം ശാലിനി തന്നോട് പ്രണയരംഗങ്ങളിൽ അഭിനയിക്കുമ്പോൾ പാലിക്കാൻ ആവശ്യപ്പെട്ട നിബന്ധനയാണ് മാധവന്റെ വെളിപ്പെടുത്തലുകളിലെ ഹൈലൈറ്റ്. അലൈപായുധയുടെ ഏറ്റവും വലിയ ആകർഷണം മണിരത്നത്തിന്റെ സംവിധാന ശൈലിയായിരുന്നു. പരസ്പരം പ്രണയിച്ച് വീട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ച് വിവാഹം കഴിക്കുന്ന കാർത്തിക്കിന്റെയും ശക്തിയുടെയും കഥ വിവാഹാനന്തരം ജീവിതത്തിലെ പരുപരുത്ത യാഥാർത്ഥ്യങ്ങളിലേക്ക് വഴങ്ങാനുള്ള സാധ്യതകളിലേക്കും ക്യാമറ തിരിച്ചു. ഈ പ്രമേയപരമായ പുതുമയാണ് ചിത്രത്തെ ഒരു ക്ലാസിക് പദവിയിലേക്ക് ഉയർത്തിയത്. ചിത്രത്തിന്റെ ആത്മാവെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് AR റഹ്മാന്റെ സംഗീതം. ചിത്രത്തിലെ ഗാനങ്ങൾ കേവലം പാട്ടുകളല്ല, മറിച്ച് അന്നത്തെ യുവതലമുറയുടെ പ്രണയത്തിന്റെ സിംബലുകളായി മാറി. റഹ്മാന്റെ സംഗീതത്തിലെ പുതുമയും ഗാനരംഗങ്ങളുടെ ദൃശ്യഭംഗിയും ഇന്നും പ്രേക്ഷകരെ ആകർഷിക്കുന്നു. PC ശ്രീറാമിന്റെ ദൃശ്യഭാഷ ഈ ഗാനങ്ങൾക്ക് നൽകിയ സൗന്ദര്യം അതുല്യമായിരുന്നു. അലൈപായുധേ മാധവന്റെ തമിഴിലേക്കുള്ള ശക്തമായ അരങ്ങേറ്റമായിരുന്നു. സുന്ദരനായ, നിഷ്കളങ്കനായ, എന്നാൽ പ്രണയത്തിനു വേണ്ടി എടുത്തുചാട്ടം കാണിക്കുന്ന കാർത്തിക് എന്ന കഥാപാത്രത്തെ മാധവൻ അവിസ്മരണീയമാക്കി. അദ്ദേഹത്തിന്റെ ഈ ആദ്യ ചിത്രം നൽകിയ വിജയം തമിഴ്, തെലുങ്ക്, ഹിന്ദി സിനിമകളിലായി അദ്ദേഹത്തിന് റൊമാൻസ് കിങ് എന്ന ഇമേജ് നേടിക്കൊടുത്തു. മാധവന്റെ നായികയായി അലൈപായുധയിൽ അഭിനയിക്കുമ്പോൾ ശാലിനി തെന്നിന്ത്യൻ സിനിമയിലെ താരമൂല്യമുള്ള സൂപ്പർ നായികയായിരുന്നു. ഈ സമയത്താണ് തമിഴകത്തെ തല അജിത്തുമായി അവരുടെ വിവാഹം നിശ്ചയിക്കുന്നത്. ഈ വ്യക്തിപരമായ പശ്ചാത്തലമാണ് സിനിമയിലെ പ്രണയരംഗങ്ങളെക്കുറിച്ച് ശാലിനി ഒരു കണ്ടീഷൻ വെക്കാൻ കാരണമായതും. മാധവന്റെ വെളിപ്പെടുത്തലുകൾ പ്രകാരം ശാലിനിയുടെ നിബന്ധന എന്നത്, ഞാൻ അജിത്തിനെ വിവാഹം കഴിക്കാൻ പോകുന്നു, അതിനാൽ പ്രണയരംഗങ്ങളിൽ ഓവറായി അഭിനയിക്കരുത്, അധികം അടുത്തു വരരുത്, അല്പം അകലെ നിൽക്കുക. ശാലിനി ഇക്കാര്യം പറഞ്ഞത് തന്റെ ഹൃദയത്തിൽ നിന്ന് വന്ന ആത്മാർത്ഥമായ വികാരമായിരുന്നുവെന്ന് മാധവൻ സാക്ഷ്യപ്പെടുത്തുന്നു. തന്റെ ഭാവി ജീവിത പങ്കാളിയോടുള്ള ആദരവ് കാരണം ഒരു പ്രൊഫഷണൽ രംഗത്ത് പോലും ഒരു അതിർത്തി നിശ്ചയിക്കാൻ ശാലിനി തയ്യാറായി. മാധവനും അന്ന് സരിതയെ വിവാഹം കഴിക്കാൻ പോകുന്ന പശ്ചാത്തലത്തിൽ തമാശയായി സമാനമായി മറുപടി നൽകി, ഞാനും സരിതയെ വിവാഹം കഴിക്കാൻ പോകുന്നു, അതിനാൽ നീയും അടുത്തു വരരുത്. ഈ വെളിപ്പെടുത്തലുകൾ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായപ്പോൾ ഒരു ബൗണ്ടറി വെച്ച് അഭിനയിച്ചിട്ടും ചിത്രത്തിൽ മാധവനും ശാലിനിയും തമ്മിലുള്ള പ്രണയരംഗങ്ങളിലെ കെമിസ്ട്രിക്ക് ഒരു കുറവും തോന്നിയില്ലെന്നതാണ് പ്രധാന കമന്റുകൾ. അവരുടെ സ്ക്രീൻ പ്രണയം എത്രത്തോളം സ്വാഭാവികമായിരുന്നുവെന്നതിന്റെ തെളിവാണ് ഈ അഭിപ്രായങ്ങൾ. അലൈപായുധേ റിലീസ് ചെയ്ത ആദ്യ മണിക്കൂറുകളിൽ താൻ അനുഭവിച്ച നിരാശയെക്കുറിച്ചും മാധവൻ ഓർത്തെടുത്തു. ഒരു പുതിയ നടനെ സംബന്ധിച്ച് ആദ്യ ചിത്രത്തിന്റെ വിജയം ഭാവി നിർണ്ണയിക്കുന്ന ഒന്നാണ്. ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ സിനിമയ്ക്ക് ശരാശരി എന്ന അഭിപ്രായമാണ് മാനേജറിൽ നിന്ന് ലഭിച്ചത്. ഈ സമയം മാധവന്റെ പങ്കാളിയായിരുന്ന സരിത ബംഗളൂരിൽ നിന്ന് സാധനങ്ങളുമായി ഷിഫ്റ്റ് ചെയ്ത് വരാൻ തയ്യാറെടുക്കുകയായിരുന്നു. നിരാശനായ മാധവൻ ഉടൻ പുറപ്പെട്ടു വരരുതെന്ന് സരിതയോട് പറയുകയും ചെയ്തു. ശേഷം മാധവൻ തിയേറ്ററിൽ പോയി സിനിമ കണ്ടപ്പോഴാണ് യഥാർത്ഥ പ്രതികരണം അറിയുന്നത്. മണിരത്നം, PC ശ്രീറാം എന്നിവരുടെ പേരുകൾ സ്ക്രീനിൽ തെളിയുമ്പോൾ തന്നെ ജനങ്ങൾ ആർപ്പ് വിളിച്ചു. മാധവന്റെ എൻട്രിയും അതുപോലെ ഈ ചിത്രത്തിലെ ഗാനങ്ങളും തിയേറ്റർ ആവേശത്തിന്റെ കൊടുമുടിയിലാക്കി. പേപ്പറുകളും ഷാളുകളും പറത്തിക്കൊണ്ടുള്ള ആഘോഷം കണ്ട ശേഷമാണ് സിനിമ വിജയിക്കുമെന്ന് ഉറപ്പ് മാധവന് ലഭിച്ചത്. അതിനുശേഷമാണ് സരിതയെ വിളിച്ച് വരാനുള്ള നിർദ്ദേശം നൽകിയത്. മാധവന്റെ ജീവിതത്തിലെ ഈ നിർണായകമായ ചിത്രം അദ്ദേഹത്തിന്റെ കരിയറിലെ ദിശ മാറ്റി എഴുതി. ശാലിനി അജിത് പ്രണയം ആരംഭിക്കുന്നത് അമർക്കളം എന്ന സിനിമയിലൂടെയാണ്. ആ സിനിമയ്ക്ക് ശേഷം വീട്ടുകാരുടെ അനുവാദത്തോടെ ഇരുവരുടെയും പ്രണയം വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു. അലൈപായുധയുടെ വിജയത്തിന് ശേഷം നിറം എന്ന മലയാള ചിത്രത്തിന്റെ തമിഴ് റീമേക്കിൽ മാത്രമാണ് ശാലിനി അഭിനയിച്ചത്. അതിനുശേഷം സിനിമാഭിനയം പൂർണ്ണമായും ഉപേക്ഷിച്ച് അവർ കുടുംബജീവിതത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വിവാഹശേഷം അഭിനയം ഉപേക്ഷിച്ച നടിമാരിൽ ആരാധകർ ഇന്നും ഏറെ പ്രിയങ്കരിയായിട്ടുള്ള താരമാണ് ശാലിനി. അലൈപായുധേ കേവലം ഒരു സിനിമ എന്നതിലുപരി മാധവൻ, ശാലിനി എന്നീ താരങ്ങളുടെ കരിയറിലെയും വ്യക്തിജീവിതത്തിലെയും ഒരു സുപ്രധാന വഴിത്തിരിവായിരുന്നു. തമിഴ്, മലയാള സിനിമയുടെ ചരിത്രത്തിൽ പ്രണയത്തിന്റെ പുതിയ അധ്യായം തുറന്ന ഈ ചിത്രം ഇന്നും പ്രസക്തമായി നിലനിൽക്കുന്നു.